ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. പ്രതാപവർമ്മ ഋതികയോട് പറയുക, മോൾ എന്തിനാ ഓരോ കുഴപ്പങ്ങളിൽ ചെന്ന് ചാടുന്നത്? ഞാൻ എത്രയോ പ്രാവശ്യം മോക്ക് താക്കീത് തന്നതാ, എന്നിട്ടും എൻ്റെ മോള് പോയി ചാടും. നിന്നെ സംരക്ഷിക്കാനേ എല്ലായ്പ്പോഴും എപ്പോഴും എൻ്റെ മോളോടൊപ്പം അപ്പോഴും ആളുണ്ടാകണമെന്നുമില്ല. ഇനിയെങ്കിലും നീ നിൻ്റെ എടുത്തുചാട്ടം ഒന്ന് കുറയ്ക്ക്. പ്രതാപൻ അങ്ങനെ പറയുന്നതെല്ലാം കേട്ടിട്ട് ഋതിക ഒന്നും പറയാതെ മനസ്സിൽ പറയുക, ഞാൻ എൻ്റെ അച്ഛൻ്റെ മകളാണെന്ന് തെളിയിക്കാൻ വേണ്ടി ഒരുങ്ങി പുറപ്പെട്ടതാ. അതൊരു പരാജയമായിപ്പോയി. ഇനി എന്തു ചെയ്യാൻ പറ്റും? ഋതികയെ നോക്കി പ്രതാപൻ വീണ്ടും ചോദിക്കുക, മോൾ എന്തുവാ ആലോചിക്കുന്നത്? അച്ഛാ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല അച്ഛാ. ഞാൻ ആരെയും കൊന്നിട്ടുമില്ല. ഞാൻ എന്തിനാണ് അവിടെ പോയതെന്ന് അച്ഛന് പിന്നീട് ഒരിക്കൽ ബോധ്യപ്പെടും. തെറ്റ് ചെയ്തവർ വേറെ ആരോ അവരാരായാലും പിന്നീട് അവർ ശിക്ഷിക്കപ്പെടും. അവർ ശിക്ഷിക്കപ്പെടുമെന്ന് എനിക്ക് നല്ല ഉറച്ച വിശ്വാസം ഉണ്ടച്ചാ. അതിൻ്റെ കാരണമേ ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നവളാണ്. എൻ്റെ മോളെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊക്കെ പോയി ചാടി എന്തൊക്കെ കുഴപ്പങ്ങളാണ് ഉണ്ടായത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു പോയതാ മോളെ. ഞാൻ കാരണം എൻ്റെ അച്ഛൻ്റെ പേര് ചീത്തയായതിൽ എനിക്ക് നല്ല വിഷമമുണ്ട്. എൻ്റെ അച്ഛൻ എനിക്ക് മാപ്പ് തരണം. എൻ്റെ മോളെ, എനിക്കിപ്പോൾ പേരോ പദവിയോ ഒന്നും അല്ല വലുത്. എന്നിട്ട് പ്രതാപൻ മനസ്സിൽ പറയുക, അതിലൊക്കെ വലുത് ഒന്ന് പോകുകയാണ്. എനിക്കാണെങ്കിൽ പോകാനുള്ള സമയവും അടുത്തു വരുവാണ്. ഒന്നും മിണ്ടാതിങ്ങനെ കിടക്കുന്ന പ്രതാപനെ നോക്കി ഋതിക പറയുക, എൻ്റെ അച്ഛൻ ടെൻഷൻ അടിക്കാതെ കിടക്ക്. ഞാൻ കോടതിയിൽ ചെന്നാലും രക്ഷപ്പെടുവച്ച. കാരണം ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. അച്ഛൻ്റെ മോള് തെറ്റൊന്നും ചെയ്തിട്ടില്ല, ചെയ്യുകയുമില്ല. ഇത് സത്യം വച്ച. പ്രതാപൻ അത് കേട്ടിങ്ങനെ സന്തോഷത്തോടെയും ദുഃഖത്തോടെയും ഋതിക ഇങ്ങനെ നോക്കിക്കിടക്കുവാണ്. ഈ സമയത്ത് അംബികയാണെങ്കിൽ ഹോസ്പിറ്റലിൽ വെച്ച് ദീപക്കിനോട് പറയുക, എടാ, നമ്മുടെ പ്ലാനൊക്കെ പൊളിയുവോടാ. ആ മന്ത്രിയെന്ന് ഋതിയെ അവിടെ നിന്ന് ഇറക്കിക്കൊണ്ട് പോന്നില്ലേ? എൻ്റെ അമ്മേ, അയാൾ ഇറക്കിക്കൊണ്ട് വന്നൊന്നും വച്ചേ കൊലക്കുറ്റമൊന്നും ഇല്ലാതാകില്ലല്ലോ. ഇതിപ്പോൾ വല്യമ്മാവനോടുള്ള സ്നേഹമേ ആ പൊൻകുന്നം സദാശിവൻ സാറൊന്ന് കാണിച്ചു, അത്ര മാത്രമേ ഉള്ളൂ. എടാ ദീപക്കെ, അവൾ ആ ലോക്കപ്പിൽ തന്നെ കിടക്കണമായിരുന്നടാ. അതായിരുന്നു എൻ്റെ മോഹം. അമ്പിക അങ്ങനെ പറഞ്ഞത് കേട്ട് ദീപക്ക് പറയുക, അവൾ നാളെ ജയിലിലോട്ടല്ലേമ്മേ പോകാൻ പോകുന്നത്. ഇതിൽ പരം അമ്മയ്ക്ക് എന്താ സന്തോഷം വേണ്ടത്? ഈ സമയം പത്മാവതി ഇങ്ങനെ ആകെ ടെൻഷനോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ അവളുടെ സെർവൻറ്റ് എന്നിട്ട് പറയുന്നു, മേഡം ഇനി എന്തിനാ ടെൻഷൻ എടുക്കുന്നത്? മോള് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയില്ലേ? നീ എന്താ സുജയ് പറയുന്നത്? സ്റ്റേഷനിലെ ശത്രുക്കളിൽ നിന്നേ രക്ഷപ്പെട്ടിട്ടേ ഉള്ളൂ. ഇനി കോടതിയിൽ നിന്നേ നിരപരാധിത്വം തെളിയിച്ച് പുറത്തു വരണം. എൻ്റെ മേഡം, അതിന് നല്ല വക്കീലന്മാർ പോരെ? നല്ല മിടുക്കന്മാരായ വക്കീലന്മാർ വാദിച്ചാൽ പുഷ്പം പോലെ പുറത്തിറങ്ങി വരും. നീ പറഞ്ഞത് ശരിയാ സുജയ്, പക്ഷേ ആ ഒരു കടമ്പ കൂടി ഇനി കിടക്കണം. അല്ല മേഡം, മോള് രാജ്മോനെയും കൂട്ടി ഇങ്ങോട്ട് വരുമെന്നാണല്ലോ വിചാരിച്ചത്. സുജയ്, അപ്പം നീ അറിഞ്ഞില്ലേ? അതെ, പ്രതാപേട്ടൻ ഹോസ്പിറ്റലിലാണ്. അയ്യോ, എന്താ മേഡം അസുഖം? അത് ടെൻഷനായിരിക്കും സുജയ്. എനിക്ക് കൃത്യമായിട്ടൊന്നും അറിയില്ല. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അംബിക എന്തൊക്കെ അപവാദങ്ങൾ പടച്ചു വിട്ടാലും ഋതുമോള് പ്രതാപേട്ടൻ്റെ ചോരയല്ലേ. സ്വന്തം കുഞ്ഞ് ഒരാപത്തിൽപ്പെട്ടാൽ അമ്മയെപ്പോലെ തന്നെ അച്ഛൻ്റെ മനസ്സും തളർന്നു പോകില്ലേ? നിഷ്കളങ്കനായ ആ പ്രതാപേട്ടൻ ആ അംബികയുടെ കയ്യിൽ നിന്ന് എന്നാണോ ദൈവമേ ഒരു മോചനം. ഈ സമയം ശേഖരനാണെങ്കിൽ ആകെ വിഷമിച്ച് നിൽക്കുക. രാജുവിനോട് എന്തായാലും സത്യം ഒന്നും പറയണ്ട, അത് ചേട്ടൻ ഇഷ്ടപ്പെടില്ല. അപ്പോൾ രാജു അങ്ങോട്ട് അടുത്തോട്ട് വന്നിട്ട് ചോദിക്കുന്നു, എന്താ സാറേ, വർമ്മ സാറിന് എന്താ അസുഖം? ഡോക്ടർ എന്താ പറഞ്ഞത്? ഏയ് ചേട്ടന് കുഴപ്പമൊന്നുമില്ല രാജു, ടെൻഷൻ കൊണ്ടുണ്ടായതാണെന്നാണ് ഡോക്ടർ പറഞ്ഞത്. രാജുവിന് അത് അത്രയ്ക്ക് അങ്ങോട്ട് വിശ്വാസമായില്ല. രാജു പറയുന്നു, സാറ് പറയുന്ന സത്യമാണോ? സത്യമോ രാജു? നീ ഞങ്ങൾക്ക് അന്യനാണോ? നിന്നോട് എന്തിനാ ഞങ്ങൾ നുണ പറയുന്നത്? ആ സമയം രാജുവിൻ്റെ ഫോണിലോട്ടൊരു കോൾ വരുന്നുണ്ട്. മണിക്കുട്ടനാണ് രാജുവിനെ വിളിക്കുന്നത്. എന്താ മണിക്കുട്ട? രാജു, അത് അനന്തംപിള്ളയ്ക്ക് ഈ കേസിൽ പങ്കുണ്ടോ എന്ന് ഞാനിങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. അനന്തംപിള്ളയ്ക്ക് ഈ കേസിൽ പങ്കില്ലാതിരിക്കില്ല മണിക്കുട്ട. എന്തായാലും മണിക്കുട്ടൻ അവിടെ നിന്ന് ഇപ്പം മാറണ്ട. ഞാൻ മാറുന്നില്ല രാജു, പക്ഷേ കോടതിയിലെ തീരുമാനമേ നമുക്ക് നെഗറ്റീവായിട്ട് വരുമെന്ന ആളുകളുടെ സംസാരം. അതെന്താ മണിക്കുട്ട അങ്ങനെ പറഞ്ഞത്? അത് തെളിവുകളെല്ലാം നമുക്കെതിരല്ലേ. റിമാൻഡിലോട്ട് പോകുമോന്നാ എൻ്റെ പേടി. മണിക്കുട്ടൻ തൽക്കാലം ഫോൺ വെച്ചോ, ഞാൻ പിന്നീട് വിളിക്കാം എന്നും പറഞ്ഞ് അവർ രണ്ടുപേരും ഫോൺ കട്ട് ചെയ്യുവാണ്. രാജുവിൻ്റെ വീട്ടിലാണെങ്കിൽ വേണുവേട്ടനും രാധമ്മയും കൂടി ഇങ്ങനെ വിഷമിച്ച് നിൽക്കുക. അവരുടെ കൂട്ടത്തിൽ ആ കള്ളി കൊച്ചമണി നിൽക്കുക. വേണുവേട്ടൻ രാധമ്മയെ സമാധാനിപ്പിക്കുക, നീ ഇങ്ങനെ വിഷമിക്കാതെ, നമ്മുടെ മോൾ ഏതായാലും സ്റ്റേഷനിൽ നിന്ന് ഇപ്പോൾ ഇറങ്ങിയല്ലോ. അങ്ങനെ ഇറങ്ങിയതുകൊണ്ട് എന്താ കാര്യം വേണുവേട്ട? നാളെ മോള് കോർട്ടിലോട്ട് പോകണ്ടേ? അതിന് നല്ല വക്കീലന്മാർ വാദിച്ച് നമ്മുടെ മോളെ രക്ഷപ്പെടുത്തുവടി. ആ കള്ളിക്കൊച്ചമണി പറയുക, വേണുവാശാൻ പറഞ്ഞതാ അതിൻ്റെ ശരി. മിടുക്കന്മാരായ വക്കീലന്മാർ വാദിച്ചാൽ പുഷ്പം പോലെ അവിടെ നിന്ന് ഇറങ്ങിപ്പോരാ.
വേണുവേട്ടൻ ദേഷ്യത്തോടെ ഇങ്ങനെ കൊച്ചമ്മണിയെ നോക്കുക. അയ്യോ, നിങ്ങളെ ഒന്ന് ആശ്വസിപ്പിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതാ. അതിന് നിങ്ങൾക്ക് ചോറ് ഇവിടെയും കൂറ് വേറെ വല്ലയിടത്തും ആണല്ലോ. അയ്യോ, ഇല്ലാവചനങ്ങളൊന്നും പറയല്ലേ വേണുവാശാനെ. ഞാനേ ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്നവളുമൊന്നും അല്ല. ഞാനേ നല്ല കുടുംബസ്നേഹിയാ. പിന്നൊരു കാര്യം, ആരുടെയും മുഖം നോക്കാതെ ഞാൻ ഉള്ളതങ്ങ് വിളിച്ചു പറയും. അതുകൊണ്ട് പലരും എനിക്ക് ശത്രുക്കളാ. അതൊക്കെ പോട്ടെ. വേണുവേട്ടന് ദേഷ്യം കൊണ്ട് വയ്യ. അതെ, നിങ്ങൾ ആരാണെന്നും നിങ്ങളുടെ മനസ്സിൽ ഞങ്ങൾ ആരാണെന്നും അതൊക്കെ നല്ല വ്യക്തമായിട്ട് ഞങ്ങൾക്കറിയാം. ഏതായാലും വരട്ടെ, നിങ്ങൾ എവിടം വരെ പോകുമെന്ന് ഞാനും ഒന്ന് നോക്കട്ടെ. കൊച്ചമ്മണി ഇങ്ങനെ മനസ്സിൽ പറയാൻ, ഈ മണുഗുണാഞ്ചൻ എന്നെ നല്ല സംശയമുണ്ടല്ലോ. പോലീസെങ്ങാനും ഇതുവഴി വന്നാൽ ഇവൻ എൻ്റെ പേര് പറഞ്ഞു കൊടുക്കും. തടി കേടാതെ രക്ഷപ്പെടാൻ എന്താ ഒരു മാർഗം? കൊച്ചമ്മണി ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മുടെ രാധമ്മ പറയുക, ഈ കുഞ്ഞിനോട് ഈ ചതി ചെയ്യാൻ ആർക്കാ വേണുവേട്ടാ മനസ്സ് വന്നത്? രാധമ്മേ, ശത്രുക്കൾ ആരാണെന്ന് തിരിച്ചറിയാൻ അല്പം പ്രയാസമാണ്. പക്ഷേ ചിലപ്പോൾ നമ്മുടെ അടുത്ത് ചിരിച്ചു നിന്ന് വർത്താനം പറയുന്നവരും ആയിരിക്കും. ഒന്നും അറിയാതെ നിന്ന് പള്ളയ്ക്ക് കത്തികയറ്റുന്നത്. മനുഷ്യനും മൃഗങ്ങളും ഒന്നുമല്ല ഈ ഭൂമിയിലേറെ ഉള്ളത്, ഒരു തരം കാട്ടാളന്മാരാ. അത് കേട്ടിട്ട് കൊച്ചമ്മണി, മഹാശിവരാത്രിയാ ഇന്ന്, ഇവിടെയും ശിവരാത്രിയാ. എന്ത് ചെയ്യാനാ? മനസമാധാനത്തോടെ ഒരുപോലെ കണ്ണടയ്ക്കാനും പറ്റത്തില്ല. പണ്ട് ദേവന്മാരും അസുരന്മാരുടെ ചേർന്ന് വാസുകിയെ കയറാക്കി, മന്ദരപർവ്വതത്തെ കടകോലാക്കി, പാലാഴി കടഞ്ഞപ്പോൾ വാസുകി കോലാഹല വിഷം തുപ്പി. അയ്യോ എൻ്റെ തള്ളേ, കോലാഹല വിഷമൊന്നും അല്ല, അതെ കാളകൂട വിഷമാണ്. അയ്യോ ആണോ വേണുവാശാനെ? എന്നാലേ അത് കടലിൽ വീണാൽ ലോകം നശിച്ചു പോവും. അത് പേടിച്ച് ഭഗവാൻ പരമശിവൻ അതെടുത്തങ്ങ് വിഴുങ്ങി. അപ്പോഴേ പാർവതി ദേവി കയറി കൊങ്ങായിക്കങ്ങ് പിടിച്ച് ആ വിഷം വിഴുങ്ങാതിരിക്കാൻ വേണ്ടി. ആ രാത്രിയാണ് ശിവരാത്രി. എല്ലായിടത്തും ശിവരാത്രി, ഇവിടാണെങ്കിലോ കാളരാത്രി. വേണുവേട്ട, രാജുവിനെ ഒന്ന് വിളിച്ചാലോ? അല്പം മുമ്പ് ഞാൻ അങ്ങോട്ട് വിളിച്ചതാടി. മോളും രാജുവും വർമ്മസാറിൻ്റെ അടുത്ത് ഹോസ്പിറ്റലിലുണ്ട്. ഇനി ഇവിടെ നിൽക്കുന്നത് പന്തിയല്ലെന്ന് വിചാരിച്ചിട്ട് കൊച്ചമണി പതുക്കെ അവിടെ നിന്ന് മുങ്ങുന്നുണ്ട്. കൊച്ചമണി ഒരു മൊബൈലും പിടിച്ചോണ്ട് പുറത്തോട്ട് വന്നു നിന്നിട്ട് പറയുക, ഇവിടെ അന്തരീക്ഷം അത്ര പന്തിയല്ല, ഇനി ഇവിടെ തുടരുന്നതോ അത്ര പന്തിയല്ല. വെടിവെച്ച് കൊല്ലാനുള്ള തോക്കെടുത്ത് കൊടുത്തത് ഞാനാ, അപ്പോൾ ഞാനും പ്രതിയാണ്. പെട്ടെന്ന് കൊച്ചമണി ആർക്കോ ഫോൺ ചെയ്യുവാണ്. അത് മിക്കവാറും അംബികയ്ക്കായിരിക്കും. അപ്പോൾ നിങ്ങൾ വിളിക്കുന്ന വ്യക്തി തിരക്കിലാണെന്നാണ് പറയുന്നത്. ഞാൻ പല പ്രാവശ്യം വിളിച്ചിട്ടും ഈ അംബിക എന്താ ഫോൺ എടുക്കാത്തത്? അവളെങ്ങാനും എന്നെ ചതിക്കാൻ നോക്കിയാൽ ഞാൻ അവളെ അകത്താക്കും. വീണ്ടും കൊച്ചമണി അംബികയെ വിളിക്കുവാണ്. അംബിക ഫോൺ കോൾ കണ്ടിട്ട്, ഈ കിഴവി ഒരു സൗകര്യവും തരില്ലല്ലോ നാശം എന്നും പറഞ്ഞ് അംബിക ഫോൺ കോൾ കട്ട് ചെയ്യുന്നുണ്ട്. കൊച്ചമണിക്ക് അത് കണ്ടിട്ട് ദേഷ്യം. ആഹാ, അവൾ കട്ട് ചെയ്തല്ലേ, അവളെ അങ്ങനെ വിട്ടാൽ പറ്റത്തില്ലല്ലോ. വീണ്ടും കൊച്ചമണി വിളിക്കുവാണ്. അംബികയാണെങ്കിൽ ഈ സമയത്ത് ഹോസ്പിറ്റലിൽ നിൽക്കുക. അംബിക ഫോൺ കോൾ കണ്ടിട്ട് ദേഷ്യത്തിൽ, ഇവർ രണ്ടും കൽപ്പിച്ചാണല്ലോ എന്നും പറഞ്ഞ് വീണ്ടും ഫോൺ കോൾ കട്ട് ചെയ്യുവാണ്. ആഹാ, അത് ശരി, നിന്നെ ഞാൻ അങ്ങനെ വിടില്ലടി, നിനക്ക് ഞാനൊരു മെസ്സേജ് അയക്കാം എന്നും പറഞ്ഞ് കൊച്ചമണി ഒരു മെസ്സേജ് വിടുന്നുണ്ട്. കൊച്ചമണി അങ്ങനെ മെസ്സേജ് ടൈപ്പ് ചെയ്യുവാണ്. എന്താ അംബിക എന്നെ കാലുവാരാൻ നോക്കുവാണോ? അങ്ങനെ കാലുവാരിയല്ലേ ഞാൻ മൊത്തമായിട്ടങ്ങ് വാരും. അംബിക ആ വോയിസ് റെക്കോർഡ് അങ്ങോട്ട് കേട്ടിട്ട് അംബികയ്ക്ക് ദേഷ്യം വരിക. അപ്പോഴേ ആദ്യം ഈ പാലം ഒന്ന് കടക്കട്ടെ പെണ്ണുമ്പിള്ളേ, നിങ്ങളൊന്ന് സമാധാനത്തോടെ അവിടെ കാണാൻ നിൽക്ക് എന്നും പറഞ്ഞ് അംബികയും വോയിസ് റെക്കോർഡ് ഇടുവാണ്. കൊച്ചമ്മണി ആ മെസ്സേജ് വായിച്ചിട്ട്, ആഹാ, അപ്പോൾ പാലം ഇതുവരെയും കടന്നില്ല, ഇനി പാലത്തിൽ നിന്നെങ്ങാനും തലയും കുത്തി വെള്ളത്തിലോട്ട് വീഴുവോ? ഒടുവിൽ സെൻട്രൽ ജയിലിലെങ്ങാണോ ആകുമോ? എന്തായാലും കൂട്ടിന് അംബികയും കാണുമല്ലോ. ഈ സമയം പ്രതാപൻ്റെ അടുത്ത് തന്നെ ഋതിക ഇങ്ങനെ നോക്കിയിരിക്കുക. പ്രതാപനും ഋതികയെ നോക്കി സങ്കടം വരുന്നുണ്ട്. പ്രതാപൻ മനസ്സിൽ പറയുക, ദൈവമേ, എൻ്റെ മോൾക്ക് നാളെ കോടതി ജാമ്യം കൊടുക്കുവോ? എൻ്റെ കുട്ടിയെ ജയിലിലേക്ക് വിടല്ലേ. ഈ സമയത്ത് ഐസിയുവിൻ്റെ വാതിക്കലാണെങ്കിൽ ശേഖരനിങ്ങനെ ഓരോന്ന് ഓർത്ത് കരയുവാണ്. രാജു നോക്കുമ്പോൾ പെട്ടെന്ന് കണ്ണ് തുടച്ചിട്ട് സാധാരണ പോലെ നിൽക്കുന്നുണ്ട്. ഋതികയെ ഓർത്ത് പത്മാവതി ഒരു സൈഡിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ രാജുവിൻ്റെ വീട്ടിൽ വേണുവേട്ടനും രാധമ്മയും എല്ലാവരും ഇങ്ങനെ ഋതികയെ ഓർത്ത് സങ്കടത്തോടെ ഇരിക്കുവാണ്. വേണുവേട്ടൻ രാജുവിന് ഫോൺ ചെയ്യുന്നുണ്ട്. വർമ്മസാറിൻ്റെ കണ്ടീഷൻ ഇപ്പോൾ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല അച്ഛാ, അങ്ങനെ തന്നെ ഇരിക്കുക. മോനിപ്പോൾ ഹോസ്പിറ്റലിൽ തന്നെയാണോ? അതെ അച്ഛാ. കോടതിയിലേക്ക് പോകണ്ടേടാ? പോണോ അച്ഛാ? സമയമായിട്ടില്ലല്ലോ. ഞാൻ കോടതിയിലോട്ട് വരുന്നുണ്ട് മോനെ, പക്ഷേ അതിന് മുമ്പായിട്ട് എനിക്ക് നിന്നോട് മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്. എന്താ അച്ഛാ? അച്ഛൻ പറഞ്ഞോ. മോനെ, നീ മനസ്സുരുക്കി നിൽക്കുമ്പോൾ പറയുന്നത് ശരിയാണോ എന്ന് അച്ഛൻ അറിയില്ല. എന്താണെങ്കിലും അച്ഛൻ കാര്യം പറഞ്ഞോ. മോനെ, ജഗൻ്റെ ഡെഡ് ബോഡി ഹോസ്പിറ്റലിലെ മോർച്ചറിയിൽ കിടക്കുക. അവനൊരു അനാഥപ്രേതത്തെ പോലെ കിടക്കുക.
അവന് ആകെ ഒരു കൂട്ടുകാരൻ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഒരു പരിചയക്കാരി എന്ന നിലയിൽ പത്മാവതി മേഡം ഉണ്ട്. അതുകൊണ്ട് പത്മാവതി മേഡത്തെ ഇതിൽ പങ്കെടുപ്പിച്ചാൽ വരുന്ന ഭവിഷ്യത്ത് എന്തായിരിക്കുമെന്ന് ഞാൻ മോനോട് പറയേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷേ അച്ഛാ, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് അച്ഛൻ ഇതുവരെ എന്നോട് പറഞ്ഞില്ലല്ലോ. മോനെ, ആ ഡെഡ് ബോഡി ഏറ്റുവാങ്ങണം, അത് സംസ്കരിക്കണം. അന്ത്യകർമ്മങ്ങൾ പോലും ചെയ്യാൻ ആരുമില്ല. അച്ഛാ, ഈ പ്രശ്നത്തിനിടയ്ക്ക് ഞാനത് വിട്ടുപോയതാ. അച്ഛൻ സമാധാനത്തോടെ ഇരിക്ക്. കോടതിയിലെ കാര്യങ്ങളൊക്കെ ഒന്ന് കഴിഞ്ഞോട്ടെ, ഞാൻ വേണ്ടതുപോലെ ചെയ്യാം. ശരി മോനെ, അങ്ങനെ മതി എന്നും പറഞ്ഞ് അവർ രണ്ടുപേരും ഫോൺ കട്ട് ചെയ്തു. ഋതിക പ്രതാപനോട് പറയുന്നു, അച്ഛൻ ആഹാര കാര്യങ്ങളിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ചെറിയച്ഛൻ മാത്രമേ ഇവിടെ ഉള്ളൂ. എൻ്റെ അച്ഛൻ ഭക്ഷണമൊക്കെ മുടങ്ങാതെ കഴിക്കണേ, ഭരണകാര്യങ്ങളുണ്ട്, മീറ്റിംഗ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് അച്ഛൻ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. അതൊക്കെ അങ്ങ് നടക്കുവച്ചാ. മറ്റു മന്ത്രിമാർക്കൊക്കെ എന്താ അസുഖം വരാറില്ലേ? ഇതൊക്കെ അച്ഛനൊന്ന് ശ്രദ്ധിക്കണം. ഞാൻ ശ്രദ്ധിക്കാം മോളെ. അപ്പോൾ രാജു അങ്ങോട്ട് വന്നിട്ട്, ഋതു നമുക്ക് ഇറങ്ങാം എന്ന് പറയുമ്പോൾ പ്രതാപൻ പറയുന്നു, ഹോം മിനിസ്റ്റർ വന്നില്ലേ രാജു? അദ്ദേഹം ഇതുവരെയും വന്നിട്ടില്ല. ഞാനും ഋതികയും ഹോസ്പിറ്റലിൻ്റെ വാതിക്കൽ ഇറങ്ങി നിൽക്കാം. വക്കീൽ എന്തു പറഞ്ഞു രാജു? ജാമ്യം ഉറപ്പായിട്ടും കിട്ടുമെന്നാണ് വക്കീൽ പറഞ്ഞത്. എന്നാൽ നിങ്ങൾ ധൈര്യമായിട്ട് പോ. ഞാനിന്ന് എന്തായാലും ഡിസ്ചാർജായി വരും. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് നേരിടാം. ഋതിക സങ്കടത്തോടെ പ്രതാപനെ നോക്കിയിട്ട് പറയുന്നു, ഞാൻ പോട്ടേച്ചാ. അങ്ങനെയല്ല മോളെ പറയേണ്ടത്. ഞാൻ പോയിട്ട് വരട്ടെ എന്ന് വേണം പറയാൻ. എൻ്റെ മോള് പോയി വാ, ഒന്നും വരില്ല. ഉറപ്പായിട്ട് നിനക്ക് ജാമ്യം കിട്ടും. മോള് പോയിട്ട് വാ. അങ്ങനെ പ്രതാപൻ പറഞ്ഞത് കേട്ട് രാജു ഋതികയും കൊണ്ട് അവിടുന്ന് പോകുവാണ്. ഭഗവാനെ, എൻ്റെ കുഞ്ഞിനെ നീ കാത്തോണേ എന്നിങ്ങനെ പ്രതാപൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോഴങ്ങോട്ട് ശേഖരനും യാമിനിയും വരുന്നുണ്ട്. ചെറിയമ്മയെന്ന് വിളിച്ചുകൊണ്ട് ഋതിക കരയുവാണ്. അവർ പറയുന്നുണ്ട്, മോള് കരയാതെ. അംബിക അവിടെ മറഞ്ഞു നിന്ന് കാണുവാണ്. ഓ, ചെറിയമ്മായിക്ക് അങ്ങോട്ട് കണ്ണുനീരങ്ങോട്ട് ഒഴുകുവാണല്ലോ. യാമിനി സങ്കടത്തോടെ തന്നെ പറയുന്നു, എൻ്റെ മോള് പോയിട്ട് വാ. രാജു ഉണ്ടല്ലോ കൂടെ. എൻ്റെ മോള് പോയിട്ട് വാ, പേടിക്കണ്ട. കോടതിയിൽ നിന്നും മോൾക്കെതിരായിട്ട് ഒന്നും ഉണ്ടാവില്ല. ചേട്ടനോടൊപ്പം ഇവിടെ മറ്റാരും ഇല്ലല്ലോ മോളെ, അതാ ചെറിയച്ഛൻ കോടതിയിലോട്ട് വരാത്തത് എന്നിങ്ങനെ ശേഖരനും പറയുക. ചെറിയച്ഛൻ വരണ്ട, അച്ഛൻ ഒറ്റയ്ക്ക് വിഷമിക്കും. ശേഖരൻ സാറേ, സാർ ഇവിടുന്ന് മാറിയാൽ ആ അംബിക വരും സാറിൻ്റെ അടുത്തോട്ട്. സാറിൻ്റെ സ്വസ്ഥതയും സമാധാനവും പോകും. ഇതൊക്കെ അംബിക കേൾക്കുന്നുണ്ട്. പക്ഷെ ഇവരാരും അംബികയെ കണ്ടിട്ടില്ല. മോക്കിങ്ങനൊരു അവസ്ഥ വന്നാൽ വളരെ സന്തോഷിക്കുക ആ അമ്മയും മകനും എന്ന് ശേഖരനും പറയുക. അവർ സന്തോഷിക്കട്ടെ മോളെ. അപ്പോൾ അംബികയ്ക്ക് അത് എന്തുവാന്ന് വ്യക്തമായില്ല. അംബിക പറയുക, ആ പുളുവനായ എൻ്റെ ആങ്ങള എന്നെക്കുറിച്ച് എന്തോ പറയുന്നുണ്ട് അവരുടെ അടുത്ത്. ഇവളെന്നാ കോടതിയിലിട്ട് അങ്ങോട്ടൊന്ന് ചെല്ലട്ടെ. ഈ പോക്ക് ഒരു പോക്കാണെന്ന് ഇവളുണ്ടോ അറിയുന്നത്? സങ്കടത്തോടെ ഋതിക, ഞാൻ പോയിട്ട് വരട്ടെ ചെറിയമ്മേ. എൻ്റെ മോള് കരയരുത്. ഇല്ല ചെറിയമ്മേ, എന്നെ ഇതൊന്നും തളർത്തത്തില്ല. എന്നെ കാത്തുരക്ഷിക്കാൻ ഞാനും നിങ്ങളും മാത്രമല്ല, ഒരു ദൈവം കൂടിയുണ്ട് മുകളിൽ. രാജു അങ്ങനെ ഋതു വാ എന്നും പറഞ്ഞ് ഋതികയും കൂട്ടിക്കൊണ്ട് വരുന്നത് കണ്ട് അംബിക പെട്ടെന്ന് അവിടെ നിന്ന് മാറി ഒളിച്ചു നിൽക്കുവാണ്. അപ്പോൾ ഹോസ്പിറ്റലിൻ്റെ മുന്നിൽ കുറേ മീഡിയക്കാരൊക്കെ വന്നിട്ടുണ്ട്. അവർ പറയുന്നതാണ്ട് ആഭ്യന്തരമന്ത്രി വന്നിട്ടുണ്ട്. കാറ് തുറന്ന് ഇറങ്ങി വരുന്ന ആഭ്യന്തരമന്ത്രി അവരെ നോക്കിയിട്ട് പറയുന്നു, ഞാൻ പ്രതീക്ഷിച്ചു വെട്ടിക്കിളികൾ എല്ലാവരും ഇങ്ങനെ പറന്നിവിടെ എത്തുമെന്ന്. അയ്യോ സാറേ, അങ്ങയുടെ പരിഹാസം ഉണ്ടല്ലോ, അത് ഞങ്ങൾ സൃഷ്ടിപരമായിട്ടേ എടുക്കാറുള്ളൂ. ഒരു മീഡിയക്കാരൻ്റെ കംപ്ലൈൻ്റാണ്. അപ്പോൾ മന്ത്രി പറയുന്ന സന്തോഷം. അപ്പോഴെനിക്ക് എന്തും പറയാമല്ലോ. സാറേ, സാറിന് എന്തും പറയാം. സാറ് പറയുന്നതേ അതുപോലെ ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യും. അപ്പോൾ മന്ത്രി പറയാം, അയ്യോ അതെനിക്കറിയാം, മുഹൂർത്തം തെറ്റിയെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ ഉടനെ പറയും മൂത്രം തെറിപ്പിച്ചെന്ന്. അങ്ങനെയായിരിക്കും പിന്നെ നിങ്ങളുടെ റിപ്പോർട്ട് തന്നെ. ഈ സമയം അപ്പോൾ പത്മാവതി ആ ഹോസ്പിറ്റലിൽ വന്ന് ഇതൊക്കെ അവിടെ നിന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, പത്മാവതി ആ ഹോസ്പിറ്റലിൽ വന്നത് എങ്ങനെയെങ്കിലും അംബിയെ കണ്ടുപിടിക്കും, അത് പ്രശ്നം ഉണ്ടാക്കും. ഋതിക അങ്ങനെ കോടതിയിലോട്ട് പോവുകയാണ്. ഈശ്വരവിശ്വാസി, നല്ല പ്രവൃത്തി, നല്ലത് മാത്രം ചിന്തിക്കുന്ന ഋതികയ്ക്ക് ഈശ്വരൻ നല്ല വിധി തന്നെ കൊടുക്കും. ഈശ്വരൻ ഋതികയെ കൈവിടില്ല. അന്യായം ചെയ്ത അംബികയ്ക്കും കൊച്ചമ്മണിക്കുമുള്ള ശിക്ഷ കിട്ടും എന്നുള്ള റിവ്യൂവുമായി നമുക്ക് നാളെ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.